അങ്ങനെ ദൃശ്യം 3 മെയ് 21-ാം തീയതിയാണ് റിലീഫ്. ജിത്തുവിൻ്റെ ദൃശ്യം 1 തുടങ്ങിയതിന് ശേഷം 3-ാം ഭാഗത്തിന് വേണ്ടി ലോക സിനിമ തന്നെ കാത്തിരിക്കുന്ന ഒരു സന്ദർഭമാണ്. ദൃശ്യം എന്താകും, ജോർജ് കുട്ടിക്ക് എന്ത് സംഭവിക്കും, ജോർജ് കുട്ടി പിടിക്കപ്പെടുമോ എന്ന അനേകം ചോദ്യങ്ങൾക്ക് ഉത്തരവാണ്. അതിൻ്റെ ഇടയിൽ ഇപ്പോൾ ഉയർന്നു വന്നേക്കുന്ന ചോദ്യം, വീട്ടുകാർ ജോർജ് കുട്ടിക്ക് എതിരായി മാറുമോ, അതിൽ നിന്ന് ജോർജ് കുട്ടി എങ്ങനെ രക്ഷപ്പെടും എന്നൊക്കെയുള്ള പുതിയ പുതിയ വാർത്തകളും വിശേഷങ്ങളും ഒക്കെ നിരവധി വാർത്താമാധ്യമങ്ങളിലൊക്കെ ഉയർന്നു വരുന്നുണ്ട്. എല്ലാവരും സത്യം പറഞ്ഞാൽ ജോർജ് കുട്ടി എന്ത് സംഭവിക്കും എന്നറിയാൻ വേണ്ടിയാണ് കാത്തിരിക്കുന്നത്. മെയ് 21-ാം തീയതിയാണ് നമ്മൾ ഇത് അറിയുന്നത്. ഇനി മെയ് 21 കഴിഞ്ഞ് ഇനി ദൃശ്യം 4-ന് വേണ്ടി ഇനി നമുക്ക് കാത്തിരിക്കേണ്ടി വരുമോ എന്നറിയില്ല. അത്രയ്ക്ക് മലയാള സിനിമ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ദൃശ്യത്തിന് മുമ്പും ദൃശ്യത്തിന് ശേഷവും എന്ന് കൃത്യമായിട്ട് പറയാൻ പറ്റും. കാരണം അന്യഭാഷകളിലൊക്കെ 50 കോടിയൊക്കെ നേടിയെന്ന് കേൾക്കുമ്പം നമ്മൾ ദൃശ്യം വേണ്ടി വന്നു നമുക്ക് ആദ്യത്തെ 50 കോടിയൊക്കെ നേടാൻ വേണ്ടി. അതിനുശേഷം ദൃശ്യം 2 വന്നു. ദൃശ്യം 2 ആദ്യമായിട്ട് ഒരു സൂപ്പർ സ്റ്റാറിൻ്റെ ചിത്രം OTTയിലേക്ക് നേരിട്ട് റിലീസ് ചെയ്തു. അതൊരു വമ്പൻ പ്രശ്നമൊക്കെ ആയി മാറി. പ്രത്യേകിച്ച് ലാലേട്ടൻ ചിത്രം OTTയിലേക്ക് പോകാമെന്ന് പറഞ്ഞാൽ വമ്പൻ പ്രശ്നമായിരുന്നു. അത് കോടികളുടെ ബിസിനസ്സാണ് അവിടെ നടന്നത്. അതിനുശേഷം ദൃശ്യം 3 വരുന്നു. ദൃശ്യം 3 വന്നപ്പോഴെന്തോ അടുക്കും മേലെ എന്ന് പറയാം, മലയാള സിനിമയുടെ ചരിത്രം തന്നെ മാറ്റിയിരുന്ന ദൃശ്യം 3 ആയി മാറി. 360 കോടിക്ക് പനോരമ സ്റ്റുഡിയോ അത് വിലയ്ക്ക് വാങ്ങുന്നു. അതിനുശേഷം ദൃശ്യത്തെ പറ്റിയുള്ള അനേകം വാർത്തകൾ, ദൃശ്യത്തിൻ്റെ OTT സാറ്റലൈറ്റ് ഒക്കെ വിറ്റ് പോകുന്നതെല്ലാം പ്രധാന വാർത്തകളായിട്ട് മാറുന്നു. അങ്ങനെ കോടികൾ റിലീഫിന് മുമ്പ് തന്നെ നേടിയ ദൃശ്യം 3 തിയേറ്ററിൽ എന്ത് ഓളം സൃഷ്ടിക്കുമെന്നറിയാൻ വേണ്ടിയാണ് കാത്തിരിക്കുന്നത്. ഒത്തിരി നെഗറ്റീവ് ഇതിനെതിരെ വരാറുമുണ്ട്. കാരണം ഇതൊരു സീരിയൽ പോലെയാണ് എന്നൊക്കെ പറയാറുണ്ട്. അതൊന്നും ദൃശ്യത്തെ ബാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ജോർജ് കുട്ടിയുടെ കുടുംബം അത്രമേൽ ജനങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. കാരണം ആ കഥാപാത്രങ്ങളെല്ലാം തന്നെ നമ്മുടെ മനസ്സിലുണ്ട് അല്ലേ. അപ്പോൾ അതിൻ്റെ തുടർച്ചയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഓരോ നിമിഷവും നമ്മൾ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് ജോർജ് കുട്ടിക്ക് എന്ത് സംഭവിക്കും എന്നൊക്കെയാണ് നമ്മൾ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. അത് നമ്മുടെ തിയേറ്ററിൽ പോയി കാണാൻ വേണ്ടി ഒരു ആകാംക്ഷ തന്നെയാണ് കാത്തിരിക്കുന്നത്. അതാണ് പടവുമായിട്ട് ബന്ധപ്പെട്ടുള്ള പടത്തിൻ്റെ വിജയവും. പ്രീഫെയിൽ ബുക്കിംഗ് തുടങ്ങി. പ്രീഫെയിൽ ബുക്കിംഗ് വന്നപ്പം തകർത്ത് വാരുന്നതാണ് നമ്മൾ കാണുന്നത്. കേരളത്തിൽ തന്നെ ഏകദേശം 5 കോടിക്കടുത്ത് പ്രീഫെയിൽ കളക്ഷൻ എത്തുന്നു എന്നുള്ളതാണ്. അത് പ്രീഫെയിൽ കളക്ഷനിൽ കേരളത്തിൽ നിന്ന് പ്രീഫെയിൽ നേടിയതിൽ 2-ാം സ്ഥാനത്ത് ഇപ്പം ദൃശ്യം 3 വന്നു നിൽക്കുന്നു. 1-ാം സ്ഥാനത്ത് എമ്പുരാനായിരുന്നു, 12,40,00,000 ആയിരുന്നു. 2-ാം സ്ഥാനത്ത് ബാലിവനായിരുന്നു, 3,80,00,000 രൂപയായിരുന്നു. ഇത് 5 കോടിക്കടുത്ത് നേടി ദൃശ്യം 3 മറികടന്നിരിക്കുന്നു. വാലിബനെയും മറികടന്ന് 2-ാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നു. ഇനി 5 ദിവസമുണ്ട്. അതിനിടയിൽ എമ്പുരാൻ്റെ കളക്ഷൻ റെക്കോർഡ് തകർക്കുമോ എന്നറിയാൻ വേണ്ടിയാണ് കാത്തിരിക്കുന്നത്. അതുപോലെ വേൾഡ് വൈഡ് പ്രീഫെയിൽ വരുമ്പോഴും 15 കോടിക്കടുത്ത് നേടി എന്നുള്ള വാർത്തയാണ് പുറത്തു വരുന്നത്. അത് നമ്മൾ കാത്തിരിക്കുന്ന എമ്പുരാൻ്റെ കളക്ഷൻ തന്നെയാണ്. ഏകദേശം 68 കോടിയോളം ആദ്യ ദിനം നേടിയ എമ്പുരാൻ്റെ കളക്ഷൻ ദൃശ്യം 3 മറികടക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. ഒരു മോഹൻലാൽ ചിത്രത്തിൻ്റെ കളക്ഷൻ റെക്കോർഡ് തകർക്കാൻ വേണ്ടി മറ്റൊരു മോഹൻലാൽ ചിത്രം എന്നുള്ള കാര്യമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതങ്ങനെയാണല്ലോ എപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ദൃശ്യം 1 ആദ്യത്തെ 50 കോടി മലയാള സിനിമയ്ക്ക് തന്നിട്ടുണ്ടെങ്കിൽ ദൃശ്യം 3 ആദ്യ ദിവസം 50 കോടി നേടിത്തരുന്ന ഒരു ചിത്രമായി മാറുമോ എന്നൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. എമ്പുരാൻ്റെ റെക്കോർഡ് തകർക്കുമോ എന്നൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. അല്ലാതെ ദൃശ്യവുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് തോന്നുന്നു വേറെ ഇത് പോസിറ്റീവാണോ നെഗറ്റീവാണോ എന്നുള്ളതൊന്നും പ്രേക്ഷകരെ സംബന്ധിച്ചൊരു പ്രശ്നമില്ല. കാരണം അത് നിർമ്മാതാക്കളെ സംബന്ധിച്ചും യാതൊരു പ്രശ്നമില്ല. ആൻ്റണി പെരുമ്പാവൂരിനെ നമ്മൾ കണ്ടുപിടിക്കണം നിർമ്മാതാക്കൾ എന്നാണ് നമുക്ക് തോന്നുന്നത്. കാരണം ഇത് കൃത്യമായിട്ടൊരു തൻ്റെ പ്രോഡക്റ്റ് എങ്ങനെ വിൽക്കണമെന്ന് കൃത്യമായിട്ട് അറിയാവുന്ന ഒരു നിർമ്മാതാവ്. അത് അദ്ദേഹം വളരെ കൂളായിട്ടാണ്. ഒരു നിർമ്മാതാവ് പോലും ഇങ്ങനെ കൂളായിട്ടിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം മുടക്കുമുതലും അതിൻ്റെ ലാഭത്തിൻ്റെ ഇരട്ടിയുടെ ഇരട്ടി പടം റിലീഫ് ആകുന്നതിന് മുമ്പ് തന്നെ നേടുക എന്ന് പറയുന്നത് കൂളായിട്ട് ഇരിക്കാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ വലിയ കാര്യമാണ്. പിന്നെ ഇനി പോസിറ്റീവ് കൂടെ കിട്ടിക്കഴിഞ്ഞാൽ ഇതിൻ്റെ അവസ്ഥ വളരെ മുകളിലായിട്ട് 300 കോടി ലോക എന്ന ചിത്രത്തിലൂടെ നേടാൻ പറ്റി. 500 കോടി മലയാള സിനിമയ്ക്ക് നേടിത്തരുമോ എന്നറിയാൻ വേണ്ടിയാണ് കാത്തിരിക്കുന്നത്. ഇനി അതേ ദിവസമൊന്നുമില്ല, 21-ാം തീയതി നമുക്ക് കൃത്യമായിട്ട് അറിയാം. ഏകദേശം 8 മണിക്കാണ് കേരളത്തിൽ റിലീഫ് ചെയ്യുന്നത്. 20-ാം തീയതി 7:20 ആണ്
വിദേശ നാട്ടുകളിലൊക്കെ റിലീസ് ചെയ്തത്. അപ്പം രാത്രിയൊക്കെ ഇതിൻ്റെ കൃത്യമായിട്ടുള്ള വിവരം അറിയാം. കേരളത്തിലെ വിവരം എന്ന് പറഞ്ഞാൽ 8 മണിക്ക്, രാവിലെ 8 മണിക്കാണ് റിലീസ് ചെയ്യുന്നത്. ഏകദേശം 10-11 മണിയൊക്കെ ആകുമ്പം 2.5 മണിക്കൂറാണ് ചിത്രത്തിൻ്റെ ദൈർഘ്യം. അങ്ങനെ ദൃശ്യം 3 മലയാള സിനിമയുടെ ചരിത്രം മാറ്റി എഴുതുമോ എന്നറിയാൻ വേണ്ടി നമുക്ക് കാത്തിരിക്കാം. എല്ലാവരും കാത്തിരിക്കുകയല്ലേ ജോർജ് കുട്ടി ഇപ്പം പുതിയ മാജിക്കുമായിട്ട് എത്തുന്നതിന് വേണ്ടി. അതിനു വേണ്ടിയാണ് കാത്തിരിപ്പ്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും ഞാൻ എത്താം. ഇതിനിടയിൽ ഇന്നും നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്ത് നോക്കുമ്പം 1 മണിക്കൂർ ട്രെൻഡിങ്ങിൽ ഇപ്പോഴും നിലനിൽക്കുന്നു. ഇപ്പോഴും മണിക്കൂറിൽ 2000 ടിക്കറ്റുകളും ഇതിൻ്റെ വിറ്റ് മാറുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ കൃത്യമായിട്ടുള്ള ഒരു പോക്ക് തന്നെയാണ്. അതൊരു മികച്ച കളക്ഷനിലേക്ക് മാറും എന്ന് 100% ഉറപ്പാണ്. എമ്പുരാൻ്റെ റെക്കോർഡ് തകർക്കുമോ എന്നറിയാൻ വേണ്ടിയാണ് നമ്മൾ കാത്തിരിക്കുന്നത്. കാത്തിരുന്ന് കാണാം. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും ഞാൻ എത്തും വരെ ഓക്കെ ബൈ.